ആലയത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് സൗഭാഗ്യം ലഭിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഇതൊരു സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നിത്യജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. പരിമിതമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഗൗരവമേറിയ ചില കാര്യങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കും. ഒരു മനുഷ്യന് സ്വർഗം നേടാനും നരകമോചനം സാധ്യമാകാനും ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ 23 കൊല്ലത്തെ പ്രവാചക പ്രബോധന ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. ഒരാൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ ആ ഉറക്കിലേക്ക് തിരിച്ചു പോകുന്നതിനിടയിൽ അവൻ്റെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഇടപാടുകളിലും പെരുമാറ്റത്തിലും ഇങ്ങനെ മുഴുവൻ മേഖലകളിലും ഒരു വ്യക്തി എങ്ങനെയാകണം വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ട ഒരു മതത്തിൻ്റെ അനുയായികളാണ് ഞാനും നിങ്ങളുമെല്ലാം. ഒരിക്കൽ സൽമാൻ റളിയല്ലാഹു അൻഹുവിനോട് ഒരു ജൂതൻ വന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ലഖദ് അല്ലമക്കും നബിയക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ല ഷൈഇൻ, നിങ്ങളുടെ പ്രവാചകൻ നിങ്ങളെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നില്ലേ? അത്തൽ ഖിറാഅ, വിസർജന മര്യാദകൾ പോലും നിങ്ങളുടെ പ്രവാചകൻ നിങ്ങളെ പഠിപ്പിച്ചില്ലേ? ഫഖാല, ആ സ്വഹാബി പറഞ്ഞു, അജൽ, ഞങ്ങളുടെ പ്രവാചകൻ അതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നഹാന അൻ നസ്തഖ്ബിലൽ ഖിബ്ല ബിഗായിത്തിൻ ഔ ബൗലി, മലമൂത്ര വിസർജന സന്ദർഭത്തിൽ ഖിബിലക്ക് മുന്നിടരുതെന്ന് ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഔ നസ്തൻജി ബിൽ യമീൻ, വലത് കൈകൊണ്ട് ശുചീകരണം നടത്തരുതെന്ന് പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഔ നസ്തൻജി ബി അഖല്ലി മിൻ സലാസത്തി അഹ്ജാർ, 3 കുറഞ്ഞ കല്ലുകൾ കൊണ്ട് വെള്ളം കിട്ടാത്ത സന്ദർഭത്തിൽ ശുചീകരണം നടത്തരുതെന്നും പ്രവാചകർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഔ നസ്തൻജി ബി റജീഇൻ, ഉണങ്ങിയ കാഷ്ടം കൊണ്ട് ശുചീകരണം വരുത്തരുതെന്ന് ഞങ്ങളെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. ഔ ബി അദ്മി, എല്ലുകൊണ്ടും ശുചീകരണം വരുത്തരുതെന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഹദീസിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഈ സമ്പൂർണമായ മാതൃക ഒരു ജൂതനെ പോലും അത്ഭുതപ്പെടുത്തിയതായിക്കൊണ്ടാണ് ഈ ഹദീസ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതും നമുക്ക് ബോധ്യപ്പെടുന്നതും. ഇവിടെയാണ് എന്താണ് സുന്നത്ത്, എന്താണ് ബിദ്അത്ത് എന്ന് വ്യക്തമായി നമ്മൾ പഠിക്കേണ്ടത്. ഭാഷയിൽ സുന്നത്ത് എന്ന് പറഞ്ഞാൽ വഴി, മാർഗം, ചര്യ, നടപടിക്രമം, ഇതിനെക്കുറിച്ചൊക്കെ സുന്നത്ത് എന്നാണ് ഭാഷയിൽ പ്രയോഗിക്കാറുള്ളത്. നല്ലതിനെക്കുറിച്ചും ചീത്തയെക്കുറിച്ചും ഇത് ഉപയോഗിച്ചതായി പരിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ഭാഷാർത്ഥത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിൽ ഈ പദം പ്രയോഗിച്ചിട്ടുണ്ട്. സുന്നത്തുൻ ഹസന, നല്ല ചര്യ, സുന്നത്തുൻ സയ്യിഅ, ചീത്ത ചര്യ എന്ന ഭാഷാർത്ഥത്തിൽ സുന്നത്ത് എന്ന പ്രയോഗം പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും ഹദീസുകളിലും വന്നിട്ടുണ്ട്. എന്നാൽ എന്താണ് സാങ്കേതികമായി സുന്നത്ത് എന്ന് പറഞ്ഞാൽ, മതപരമായി സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നമ്മൾ പഠിക്കണം. മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയാൻ, അൽ മുറാദു ബിസ്സുന്ന, സുന്നത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാ ജാഅ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അഖ്വാലിഹി വഅഫ്ആലിഹി വതഖരീരിഹി വമാ ഹമ്മ ബിഫഇലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, അവിടുത്തെ പ്രവൃത്തികൾ, അവിടുത്തെ മൗനാനുവാദങ്ങൾ,
അവിടുത്തെ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച കാര്യങ്ങൾ, ഇതിനൊക്കെ പറയുന്ന പേരാണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, മൗനാനുവാദം, ചെയ്യാൻ ഉദ്ദേശിച്ചു ചെയ്തില്ല, ഈ കാര്യങ്ങൾക്കൊക്കെ പറയുന്ന പേരാണ് സുന്നത്ത് എന്നത്. പ്രവാചകത്വം ലഭിച്ചതു മുതൽ മരണം വരെ അദ്ദേഹം പറഞ്ഞതും പ്രവർത്തിച്ചതും അംഗീകാരം നൽകിയതുമായ എല്ലാ കാര്യങ്ങൾക്കും, അത് നിർബന്ധമാണെങ്കിലും ഐച്ഛികമാണെങ്കിലും ശക്തമായ സുന്നത്താണെങ്കിലും ഏതാണെങ്കിലും ശരി, അതിനൊക്കെ പറയുന്ന പേരാണ് സുന്നത്ത്. അതല്ലാതെ ചെയ്താൽ കൂലിയുള്ളതും ചെയ്തില്ലെങ്കിൽ ശിക്ഷയില്ലാത്തതും എന്നതല്ല സുന്നത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 23 കൊല്ലത്തെ പ്രവാചക ജീവിതത്തിലൂടെ മതപരമായി പഠിപ്പിച്ചു തന്ന മുഴുവൻ കാര്യങ്ങൾക്കും പറയുന്ന പേരാണെന്ത്? സുന്നത്ത് എന്ന്. നബിചര്യ എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്ന പദം പ്രയോഗിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂത്രമൊഴിച്ചപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു പാത്രത്തിൽ വെള്ളവുമായി അവിടുത്തെ പിന്നിൽ ചെന്ന് നിന്നു. റസൂലുള്ളാഹി ചോദിച്ചു, വഹാദ യാ ഉമർ, എന്താണ് ഉമർ ചെയ്തത്? എന്താണ് ഉമർ ചെയ്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, നിങ്ങൾക്ക് wudu എടുക്കാനുള്ള വെള്ളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ ഉമിർതു കുല്ലമാ ബാലത് അൻ അതവദ്ദ, മൂത്രമൊഴിക്കുമ്പോഴെല്ലാം wudu എടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് കൽപ്പിച്ചിട്ടില്ല. വലൗ ഫഅൽതു, ഞാൻ അങ്ങനെ ചെയ്താൽ ലകാന സുന്ന, അതൊരു മതപരമായ കാര്യമായി തീരും. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഈ ഹദീസിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിചര്യ എന്ന അർത്ഥത്തിലും സുന്നത്ത് എന്ന പദം പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിലൂടെയുള്ള സുന്നത്തിന് ഉദാഹരണമായി നമുക്ക് കാണാൻ കഴിയും. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പള്ളിയിലേക്ക് ഇങ്ങനെ കയറി വരികയാണ്. അയാൾ എന്ത് ചെയ്തു? നിസ്കരിക്കാതെ അവിടെ ഇരുന്നു. അല്ലാഹുവിന്റെ റസൂൽ അയാളോട് ചോദിച്ചു, നിങ്ങൾ നിസ്കരിച്ചോ? ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖും വറകഅ റകഅതൈനിൽ ഖഫീഫതൈൻ, രണ്ട് ലഘുവായ 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു. അതെന്താണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗലിയായ സുന്നത്താണ് എന്നാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി ഫിഅലിയായ സുന്നത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങൾ ഉദാഹരണമാണ്. സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്ന കണ്ടോ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കുക. ഞാൻ എങ്ങനെയാ കൈകെട്ടുന്നത്, എങ്ങനെയാ റുക്കൂ പോകുന്നത്, എങ്ങനെയാ സുജൂദ് പോകുന്നത്, എങ്ങനെയാ ഇഫ്തിറാശിന്റെ ഇരുത്തം, എങ്ങനെയാണ് ഇഅ്തിദാൽ, ഇതൊക്കെ എന്ത് ചെയ്യാം? ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾ പഠിക്കണം. ഖുദൂ അന്നി മനാസികക്കും, ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കണം. ഞാൻ എങ്ങനെയാ തവാഫ് ചെയ്യുന്നത്? തവാഫിന്റെ ഇടയിൽ ഇൽത്തിബാൾ, എന്താ ഇൽത്തിബാൾ? തവാഫിന്റെ ഇടയിൽ പുരുഷന്മാരെന്ത് ചെയ്യണം? വലതു ഭാഗത്തെ ചുമല് പുറത്താക്കിയിട്ട് മേൽമുണ്ട് എന്ത് ചെയ്യണം? ഇങ്ങനെയാണ് ഇടേണ്ടത്. ഈ ചുമല് പുറത്താക്കിയിട്ട്. ഇതൊക്കെ എവിടുന്നാ പഠിക്കേണ്ടത്? ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് പഠിക്കണം. പിന്നെ ഹജ്ജിന്റെ സമയത്ത് മിനയിൽ ചെല്ലണം. മിനയിൽ താമസിക്കുന്ന 8ന്റെ എന്താ ചെയ്യേണ്ടത്? അവിടുന്ന് അറഫയിൽ പോകണം. അറഫയിൽ എങ്ങനെയാണ് നിൽക്കേണ്ടത്? ഏത് സമയത്താണ് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന സമയം? പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ജംറയിൽ എറിയാൻ വേണ്ടി പോകണം. 10-ന് എറിയണം, 11-ന് എറിയണം, 12-ന് എറിയണം. എങ്ങനെ എറിയണം? ജംറയിൽ ഉപയോഗിക്കേണ്ട കല്ല് ഏതാണ്? ഇത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, എന്നിൽ നിന്ന് നിങ്ങൾ കണ്ടുപഠിക്കണം. അതാണ് ഫഅലിയായ സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംഗീകാരത്തിലൂടെയുള്ള സുന്നത്ത് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വെച്ച് ഒരു കാര്യത്തെ സംബന്ധിച്ച് മൗനാനുവാദം നൽകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കുചേർന്ന ഒരു സന്ധിയിൽ ഉടുമ്പിന്റെ മാംസം വിളമ്പിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിച്ചില്ല. കഴിക്കുന്ന ആളുകൾ അത് തടഞ്ഞില്ല. എന്ത് മനസ്സിലായി? അത് റസൂലുള്ളാഹിന്റെ മൗനാനുവാദമാണ്. അതിനും എന്താണ് പറയാ? സുന്നത്ത് എന്നാണ് പറയുക. ഇതാണ് സുന്നത്ത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഒഴിവാക്കലും സുന്നത്താണ്. ചില കാര്യങ്ങൾ ഒഴിവാക്കലും സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങൾ സുന്നത്താകുന്നത് പോലെ
അദ്ദേഹം ഉപേക്ഷിച്ച കാര്യങ്ങൾ ഉപേക്ഷിക്കലും സുന്നത്താണ്. ഒന്നുകൂടെ പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത കാര്യങ്ങൾ ചെയ്യൽ സുന്നത്തായതുപോലെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപേക്ഷിച്ച കാര്യങ്ങൾ, വർജിച്ച കാര്യങ്ങൾ, ചെയ്യാതിരുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കലും എന്താണ്? സുന്നത്താണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. എന്നാൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഇന്ന് സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതും എന്നാണ് പല ആളുകളും മനസ്സിലാക്കിയത്. ആ ധാരണ എന്ത് ചെയ്യണം? നമ്മൾ തിരുത്തണം. ഇവിടെ സുന്നത്തും ബിദ്അത്തും എന്നതിലെ സുന്നത്ത് ഒരിക്കലും അതല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മതത്തിന്റെ ഭാഗമായി പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങളും അത് ഖുർആനിലൂടെ സുന്നത്തിലൂടെ പഠിപ്പിച്ചതാണെങ്കിലും, അത് നിർബന്ധമായ കാര്യമാണെങ്കിലും, അത് ഐച്ഛികമായ കാര്യമാണെങ്കിലും, അത് ശക്തമായ സുന്നത്താണെങ്കിലും അല്ലാത്ത കാര്യമാണെങ്കിലും ശരി, അത് മുഴുവനും പറയുന്ന പേരാണ് സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മതത്തിൻ്റെ ഭാഗമായി പഠിപ്പിച്ചിട്ടില്ലാത്തതും പിൽക്കാലത്ത് മതത്തിലേക്ക് വ്യാജമായി കടത്തിക്കൂട്ടിയതുമായ കാര്യങ്ങൾക്ക് പറയുന്ന പേരാണ് ബിദ്അത്ത്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അൽ ഹദ്സു ബഅദൽ ഇക്മാൽ, ദീന് പൂർത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് പുതുതായി കടത്തിക്കൂട്ടിയ കാര്യങ്ങൾക്കാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ബിദ്അത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ ചില അടിസ്ഥാനങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ചില അടിസ്ഥാനങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, ചില ഉസൂലുകൾ നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രത്യേകത, ഇതൊരു ദൈവികമായ മതമാണ്. ഇതിലെ മുഴുവൻ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വഹ്യ് മുഖേന പഠിപ്പിച്ചു എന്ന കാര്യങ്ങൾ മാത്രമാണ്. അതല്ലാത്ത ഒരു കാര്യം പോലും മതപരമായി ഇസ്ലാമിലില്ല. ശരീഅത്ത് നിയമങ്ങൾ, അതുണ്ടാക്കാനുള്ള അവകാശം, അതുണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം, അതുണ്ടാക്കാനുള്ള അധികാരം പ്രവാചകന്മാർക്കില്ല, നബിമാർക്കില്ല, മലക്കുകൾക്കില്ല, പണ്ഡിതന്മാർക്കില്ല. ആർക്ക് മാത്രാണ് മതത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അധികാരമില്ല. ആർക്കാണ് ഇസ്ലാമിൽ നിയമങ്ങൾ ഉണ്ടാക്കാൻ അധികാരമുള്ളത്? അതേകനായ സർവാധിനാഥനായ റബ്ബിന് മാത്രമേ ഉള്ളൂ. അള്ളാഹുവിൻ്റെ ഖുർആനാണ് അത് പഠിപ്പിക്കുന്നത്. ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഏത് നാട്ടിലുമുള്ള ആളുകൾക്ക് ജീവിതത്തിൽ പകർത്താനുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും പഠിപ്പിക്കുന്ന മതമാണ്. മനുഷ്യരുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്കി. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയൊരു വീട് ഒരു 25 കൊല്ലം കഴിഞ്ഞ് നമ്മളെ മക്കൾ പറഞ്ഞു, വാപ്പച്ചി ഈ വീട് പൊളിച്ച് നമ്മൾ വേറെ വീട് ഉണ്ടാക്കില്ലേ, സൗകര്യമില്ല, പുതിയ സംവിധാനങ്ങളൊന്നുമില്ല, ഇത് കാലത്തിന് യോജിച്ചല്ലേ, ഇത് പൊളിക്കല്ലെന്ന് ചോദിക്കും. എന്തിനധികം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ പോലും മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. അതെന്താ? കാലോചിതമല്ല നിയമങ്ങൾ, കാലോചിതമല്ല നിയമങ്ങൾ. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിൻ്റെ ഏത് കോണിൽ ജീവിക്കുന്ന വ്യക്തിക്കും ഏത് കാലത്ത് ജീവിക്കുന്ന മനുഷ്യനും പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു പ്രയാസമില്ലാത്ത നിയമങ്ങളാണ് പരിശുദ്ധ ഇസ്ലാമിലെ നിയമം. അതാരുണ്ടാക്കിയതാ? മനുഷ്യനുണ്ടാക്കിയതല്ല. മനുഷ്യനെ സൃഷ്ടിച്ച ഭാവിയും ഭൂതവും വർത്തമാനവും ത്രികാലജ്ഞാനിയായ അള്ളാഹുവാണ് ഈ നിയമങ്ങൾ ഉണ്ടാക്കിയത് എന്ന കാര്യം നമ്മൾ മറക്കരുത്. ഇതറിയാവുന്ന റബ്ബിന് മാത്രമേ ഇത്തരമൊരു നിയമമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി ഇസ്ലാമിൽ എന്തെങ്കിലും ഒരു നിയമം ഉണ്ടാക്കാൻ നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കൊക്കെ അവകാശമുണ്ടെന്ന് ഒരാൾ വിശ്വസിച്ചാൽ അത് അപകടകരമായ വിശ്വാസമാണ്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ അദീ ഇബ്നു ഹാത്തിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ക്രിസ്ത്യാനിയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ സ്വർണത്തിൻ്റെ കുരിശിട്ട് കൊണ്ട് പ്രവാചകൻ്റെ സദസ്സിൽ വന്നിരുന്നപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ ആയത്തോതി പഠിപ്പിക്കുകയാണ് സ്വഹാബിമാരെ. എന്താ പഠിപ്പിക്കുന്നത്? ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോതി. എന്താ ആയത്തോതി? ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും, അവരുടെ ജൂതന്മാരും ക്രിസ്ത്യാനികളും അവരുടെ പണ്ഡിതന്മാരെ അവര് റബ്ബുകളാക്കി സ്വീകരിച്ചിരിക്കുന്നു.
അള്ളാഹുവിന് പുറമെ ജൂതന്മാരും ക്രിസ്ത്യാനികളും അവരുടെ പണ്ഡിതന്മാരെ, പുരോഹിതന്മാരെ റബ്ബുകളായി സ്വീകരിച്ചിരിക്കുന്നു. ഇത് കേട്ട ഉടനെ അദീ ഇബ്നു ഹാത്തിം അദ്ദേഹം റസൂലുള്ളാഹിനോട് പറഞ്ഞു, ലസ്നാ നഅ്ബുദുഹു, ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ പണ്ഡിതന്മാരെ ആരാധിക്കുന്നില്ല. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, ഒരു കാര്യം നിങ്ങളുടെ പണ്ഡിതന്മാർ അനുവദിച്ചാൽ, ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു തന്നാൽ, അത് നിങ്ങളുടെ പണ്ഡിതന്മാർ നിഷിദ്ധമാക്കുകയും ചെയ്താൽ നിങ്ങൾ എന്താണ് ആ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട്? അവർ പറയാണ്, ഞങ്ങളുടെ പണ്ഡിതന്മാർ നിഷിദ്ധമാക്കിയാൽ ഞങ്ങൾ അതിനെ നിഷിദ്ധമായി കാണും. അള്ളാഹു ഒരു കാര്യം അനുവദിച്ചു, ഞങ്ങളെ പണ്ഡിതന്മാർ പറയാണത് പാടില്ല. അങ്ങനെയാണെങ്കിൽ അള്ള പറഞ്ഞല്ല ഞങ്ങൾ കേൾക്കുക, ഞങ്ങളെ പണ്ഡിതന്മാർ പറഞ്ഞതാണ് കേൾക്കുക. ഉടനെ തന്നെ അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഫത്തിൽക ഇബാദത്തുഹും, അതവർക്കുള്ള ഇബാദത്താണ്. എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ നിർമ്മിക്കാൻ അധികാരം പണ്ഡിതന്മാർക്ക് വകവെച്ചു കൊടുക്കുന്നു, ഇത് ശിർക്കാണ് എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ഓരോ നിയമങ്ങളും വഹയിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഏത് കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചോളൂ. ഒരു വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ പാലിക്കുന്ന 6 സുന്നത്തുകൾ. വെള്ളം കുടിക്കൂലേ? വെള്ളം കുടിക്കുമ്പോൾ എന്ത് ചെയ്യണം? ബിസ്മി ചൊല്ലി കുടിക്കണം, വലത് കൈ കൊണ്ട് കുടിക്കണം, മുറുക്കാക്കിയിട്ട് കുടിക്കണം, വെള്ളത്തിൽ ഊതാൻ പാടില്ല, ഇരുന്നു കൊണ്ട് കുടിക്കണം, കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇഷ്ടപ്രകാരം പഠിപ്പിച്ചാണോ? അല്ലല്ലോ. പിന്നെ എങ്ങനെയാ പഠിപ്പിച്ചത്? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അല്ലാഹുവിൻ്റെ റസൂല് വഹയിന്റെ പിൻബലത്തോടു കൂടിയല്ലാതെ മതപരമായൊരു കാര്യം പോലും റസൂലുള്ള സംസാരിക്കുകയില്ല. റസൂലുള്ള വഹയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു കാര്യവും അള്ളാന്റെ റസൂല് സംസാരിക്കൂല. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം, ഒരാൾ വന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, നബിയെ, ഒരു നാട്ടിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ അദിരി, എനിക്കറിയില്ല. ആരാ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലേ, ഒരു നാട്ടിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാട് ഏതാണ്? അള്ളാന്റെ റസൂൽ പറഞ്ഞു, ലാ അദിരി, എനിക്കറിയില്ല. വീണ്ടും റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് ജിബ്രീൽ എന്ന മലക്ക് വന്നു. ജിബ്രീൽ എന്ന മലക്ക് വന്നപ്പോൾ റസൂലുള്ള ജിബ്രീൽ എന്ന മലക്കിനോട് ചോദിച്ചു, ജിബ്രീൽ, ഒരു നാട്ടിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചപ്പോൾ ജിബ്രീൽ എന്ന മലക്ക് പറഞ്ഞു, ലാ അദിരി, എനിക്കറിയില്ല. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് വഹയിന്റെ അകമ്പടിയോടുകൂടി ജിബ്രീൽ എന്ന മലക്ക് വന്നു. എന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ, അഹബ്ബുൽ ബുഖാഇ ഇലല്ലാഹ്, ഒരു നാട്ടിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമെന്ന് പറയുന്നത് മസാജിദുഹാ, ആ നാട്ടിലെ പള്ളികളാണ്. ഒരു നാട്ടിൽ ഏറ്റവും വെറുപ്പുള്ള സ്ഥലം ഏതാണ് റബ്ബിനെന്നറിയോ? ആ നാട്ടിലെ അങ്ങാടികളാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്. വഹയിന്റെ പിൻബലമില്ലാതെ മതത്തിന്റെ പേരിൽ ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പോലും പറഞ്ഞു പോയിട്ടില്ല, ഒരു കാര്യം പോലും പഠിപ്പിച്ചു പോയിട്ടില്ല. ദീനിന്റെ ഏത് കാര്യമെടുത്ത് പരിശോധിക്കുകയാണെങ്കിലും ഒരാൾ ഉറക്കിലേക്ക് പോയി ആ ഉറക്കിൽ നിന്ന് ഉണരുന്നത് വരെ എന്തൊക്കെ പ്രാർത്ഥനകൾ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മതപരമായി നബി തങ്ങൾ പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങളും പ്രമാണങ്ങളുടെ പിൻബലത്തോടുകൂടി പഠിപ്പിച്ച കാര്യങ്ങളാണ്. ഇവിടെ നോക്ക്, ഒരു കാര്യം പോലും, ഡ്രസ്സ് ധരിക്കുമ്പോൾ വലത് ഭാഗം കൊണ്ട് ആരംഭിക്കണം, മുടി ചീകുമ്പോൾ വലത് കൊണ്ട് ആരംഭിക്കണം, ബാത്റൂമിൽ കയറുമ്പോൾ ഇടത് കാല് വെക്കണം, ഇറങ്ങുമ്പോൾ വലത് കാല് വെക്കണം, വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ല ചൊല്ലണം, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ല സുബ്ഹാനല്ലദി. ഇവിടെ നോക്ക്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. വാഹനത്തിൽ കയറുമ്പോൾ സുബ്ഹാനല്ലദി സഖറ ലനാ. പള്ളി കയറുമ്പോൾ അല്ലാഹുമ്മ അഫ്തഹ് ലി അബ്വാബ റഹ്മതിക്. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്. ഇങ്ങനെ ഏതൊക്കെ പ്രാർത്ഥനകളുണ്ടോ, ഏതൊക്കെ കർമ്മങ്ങളുണ്ടോ, അത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചു എന്നാണ്. അള്ളാന്റെ റസൂലിന് വരെ ഇസ്ലാമിലൊരു നിയമം സ്വന്തമായി ഉണ്ടാക്കാൻ അവകാശമില്ല, അധികാരമില്ല, സ്വാതന്ത്ര്യമില്ല.
സൂറത്തു ഹാക്കയിൽ അല്ലാഹ് പറഞ്ഞില്ലേ, വലൗ തഖവ്വല അലൈനാ ബഅദൽ ലഖാവീൽ. ലോകത്തിന്റെ പ്രവാചകരെ വിളിച്ചുകൊണ്ടല്ല പറയുന്നുണ്ട്, നബിയെ താങ്കളെങ്ങാനും ഒരിക്കലും ദീനിലില്ലാത്ത കാര്യമെങ്ങാനും പറഞ്ഞിരുന്നുവെങ്കിലേ, കെട്ടിയുണ്ടാക്കി പറഞ്ഞിരുന്നുവെങ്കിലേ, ലഅഖദിനാ മിൻഹു ബിൽ യമീൻ, വലത് കൈകൊണ്ട് ഞാൻ നിങ്ങളെ പിടിക്കുമായിരുന്നു. സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ, എന്നിട്ട് കണ്ട നാളി ഞാൻ ഛേദിച്ച് കളയുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂലേ, ലോകത്തിന്റെ നേതാവിനോടല്ല പറയാണ്, നബിയെ ദീനിലില്ലാത്തൊരു കാര്യം എന്റെ പേരിൽ നിങ്ങൾ കളവ് കെട്ടി പറയുകയാണെങ്കിലേ, വലത് കൈ കൊണ്ട് ഞാൻ പിടിച്ച് അങ്ങയുടെ കണ്ട നാളി ഞാൻ ഛേദിച്ച് കളയുമായിരുന്നു എന്ന് ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബ്ബ് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അസ്റഫുൽ ഖൽഖിന് പോലും ദീനിലൊരു നിയമമുണ്ടാക്കാൻ അധികാരമില്ലെങ്കിലേ, ലോകത്തുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന് ദീനിലെ നിയമങ്ങൾ ഉണ്ടാക്കാൻ അധികാരമുണ്ടോ, അവകാശമുണ്ടോ, സ്വാതന്ത്ര്യമുണ്ടോ, അധികാരമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ദീനിലൊരു നിയമം ഉണ്ടാക്കാൻ ലോകത്ത് ഒരാൾക്കും അധികാരമില്ല, അവകാശമില്ല. ഞാനൊരൊറ്റ കാര്യം കൂടെ പറയും എൻ്റെ കൂടെ. പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ ഖുർആനിൽ പറയാൻ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫായുടെ മൈതാനിയിൽ വെച്ചിട്ട് പ്രഖ്യാപിക്കാൻ, ഇന്നിതാ നിങ്ങളെ മതം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു, ഇനിയൊന്നും ഇതിലേക്ക് ചേർക്കാനില്ല, ഇതിനൊന്നും കുറക്കാനില്ല. ഇന്നിതാ ഈ മതം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു, ഇനിയൊന്നും കുറക്കാനില്ല, ഇനിയൊന്നും കൂട്ടാനില്ല. മഹാനായ മാലിക് തങ്ങൾ പറയാൻ, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മാലിക് തങ്ങൾ പറയാൻ, എന്താ പറഞ്ഞത്? മഹാനായ മാലിക് തങ്ങൾ പറയാണ്, ആരെങ്കിലും ദീനിന്റെ പേരിൽ പുതിയൊരാചാരമുണ്ടാക്കി ഇത് ചെയ്താൽ കൂലി കിട്ടുമെന്ന് വാദിക്കുകയാണെങ്കിൽ അവൻ വാദിക്കുന്നത് ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാന റിസാല, റിസാലത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്ന് വാദിക്കുന്നവനാണ്. ദീനിലില്ലാത്തൊരു കാര്യം 23 കൊല്ലത്തെ പ്രവാചക പ്രബോധന ജീവിതത്തിലൂടെ ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വാക്കിലൂടെ പഠിപ്പിക്കാത്ത, മൗനാനുവാദത്തിലൂടെ പഠിപ്പിച്ചു തരാത്ത, കാണിച്ചു തരാത്ത ഏതെങ്കിലും ഒരു കാര്യം ഇസ്ലാമിലുള്ളതാണെന്ന് പറഞ്ഞ് അത് ചെയ്താൽ കൂലി കിട്ടുമെന്ന് വാദിക്കുകയും ചെയ്താൽ, നമ്മുടെ കരളിന്റെ കഷ്ണമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിന്റെ വിഷയത്തിൽ, റിസാലത്തിന്റെ വിഷയത്തിൽ വഞ്ചന കാണിച്ചു എന്ന് പറയുന്നവരാണ്. കാരണം അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. എന്നിട്ട് മഹാനായ മാലിക് തങ്ങൾ പറയാണ്, ഫമാ ലം യകുൻ യൗമൈദിൻ ദീനൻ ഫലാ യകൂനൽ യൗമ ദീനാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ദീനല്ലാത്തതൊന്നും ഇന്ന് ദീനാകാൻ പാടുള്ളതല്ല. റസൂലുള്ളാഹിന്റെ കാലത്ത് മരിച്ച മയ്യത്ത് കൊണ്ടുപോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ടുപോകൽ ദീനാണോ? ഒരിക്കലുമല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇന്നും അത് ദീനാകാൻ പാടുള്ളതല്ല. ഫർള് നമസ്കാര ശേഷം ഒരു കൂട്ടമായി പ്രാർത്ഥിക്കുന്നു ഇമാമ്, മഅ്മൂമിങ്ങൾ ആമീൻ പറയുന്നു. അത് നബി തങ്ങളുടെ കാലത്ത് ദീനാണോ? ഒരിക്കലുമല്ല. അതുകൊണ്ട് ഇന്നും അത് ദീനാകാൻ പാടുള്ളതല്ല. മരിച്ച വീട്ടില് 3 കഴിക്കല്, 7 കഴിക്കല്, 14 കഴിക്കല്, 40 കഴിക്കല്, ആണ്ട് കഴിക്കല് അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ദീനാണോ? ഒരിക്കലും അത് ദീനല്ല. അതുകൊണ്ട് ഇന്നും അത് ദീനാകാൻ പാടുള്ളതല്ല. അങ്ങനെ ഏത് കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചു, ഇസ്ലാമിലുള്ള ഏത്, ഇസ്ലാമിലില്ലാത്തത് ഏത്, എളുപ്പത്തിൽ മനസ്സിലാകും. റസൂലുള്ളാഹിന്റെ കാലത്ത് ദീനാണോ? അത് ഇസ്ലാമിലുള്ളതാണ്. റസൂലുള്ളാഹിന്റെ കാലത്ത് ദീനല്ലേ? അത് ഇസ്ലാമിലുള്ളതല്ല. നിങ്ങൾ നോക്കി, ഇന്ന് ഒരാൾ ജനിച്ചത് മുതൽ മരിക്കുന്നവരെ എന്തൊക്കെ അനാചാരങ്ങളാണ്. ഇപ്പം പുതിയ തുടങ്ങിയ എന്താ പറയുക, കണ്ണൂർ ജില്ലയിലാണ് തുടങ്ങിയത്, അല്ലെ കാസർഗോഡ് ജില്ലയിൽ. നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ. ചിലതൊക്കെ പറയുമ്പോൾ ചെറിയ കുട്ടീനെ തൊട്ടിലിട്ടിട്ടൊരു മൊയിലിയാരിങ്ങനെ ആട്ടും, ബാക്കിയുള്ളവർ
എന്തോന്ന് ചൊല്ലണുണ്ട്. എന്താ ചൊല്ലുന്നത്? പുതിയ ആചാരമാണ്. ഇനി എന്തൊക്കെ ഇവിടെ വരാൻ പോകുന്നത് അല്ലേ? ഒരു പുതിയ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ പാലുകാച്ചൽ എവിടുന്ന് വന്നതാ? ഹൈന്ദവ ആചാരമാണ്. നിങ്ങൾ നോക്ക, ഹൈന്ദവ ആചാരമാണ്. അവരുടെ ദേവനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു കർമ്മമാണത്. അതാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ആളുകൾ വീട്ടിൽ കൂടുന്ന സമയത്ത് അത് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. പടച്ചോന് ഇഷ്ടമില്ലാത്ത കാര്യം എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന, പിന്നെ നമ്മുടെ നാട്ടിൽ സുന്നത്ത് കല്യാണത്തിൻ്റെ പേരിൽ നടക്കുന്ന, കല്യാണത്തിൻ്റെ തലേന്ന് നടക്കുന്ന പേക്കൊത്തുകൾ, ഇതൊന്നും പറയണ്ട. ഇതൊക്കെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മതപരമായി നമ്മൾ ചെയ്യുന്ന, കൂലി കിട്ടണമെന്ന് വിചാരിച്ച് ചെയ്യുന്ന ഏതൊരു കാര്യം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്ത് ദീനാണോ അത് നമുക്ക് ചെയ്യാം. അതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത്. ഞാനൊരൊറ്റ കാര്യങ്ങളോട് ചേർത്ത് പറയാം. AP വിഭാഗത്തിൻ്റെ ആദരണീയനായ പണ്ഡിതനാണ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. അദ്ദേഹത്തിൻ്റെ ഫത്താവ മുഹയ്യസുന്ന എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹത്തോട് ഒരാൾ ചോദിക്കുന്ന ചോദ്യം എന്താ പറയുക? ഈ വിഷയം ക്ലിയർ ആകാനായിട്ടോ ഇത് പറയണത്, ഏതെങ്കിലും പണ്ഡിതനെ വിമർശിക്കാൻ വേണ്ടിയിട്ടല്ല പറയണത്, ഒരു വിഷയം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരോട് ഒരാൾ ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? ബാങ്കിന് മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ടോ? ഉണ്ടെങ്കിൽ ലക്ഷ്യസഹിതം വിവരിക്കുക. എല്ലാ പള്ളിയിൽ നിന്നും നമ്മൾ കേൾക്കലുണ്ട്, സമസ്ത പള്ളിയിൽ നിന്നൊക്കെ സ്വലാത്ത് ചൊല്ലിയിട്ടാണ് ബാങ്ക് കൊടുക്കുക. അതിൻ്റെ വിധി എന്താണെന്നാണ് ചോദിച്ചത്. അതിന് അദ്ദേഹം നൽകുന്ന മറുപടി എന്താ അറിയോ? ഹദീസുകളിലൊന്നും ബാങ്കിന് മുമ്പ് സ്വലാത്ത് ചൊല്ലുന്നത് പരാമർശിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം ഹദീസിലൊന്നും എന്തില്ല? ബാങ്കിന് മുമ്പ് സ്വലാത്ത് ചൊല്ലൽ കണ്ടിട്ടില്ല, രേഖയില്ല. പിന്നെയോ ഇമാമുകളുടെ വാക്കുകളിലും തദൈവ, ഇമാമുകളുടെ വാക്കുകളിലും എന്തില്ല? ഇത് ചൊല്ലാനുള്ള കൽപ്പനയില്ല. അപ്പോൾ ഇനി ശ്രദ്ധിക്കണേ വാചകം, അപ്പോൾ പ്രസ്തുത സമയം സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണെന്ന വിശ്വാസത്തോടെ ചൊല്ലുന്നത് തടയപ്പെടേണ്ടതാണ്. ആ സമയത്ത് ചൊല്ലിയ പ്രത്യേക പുണ്യമുണ്ടെന്ന് വിചാരിച്ച ഒരാൾ ചൊല്ലിയാൽ അത് തടയപ്പെടണം. കാരണം രേഖയില്ലാതെ ശറഇലൊരു കാര്യം ഉണ്ടാക്കപ്പെടാവതല്ല. എന്താ മനസ്സിലായത്? രേഖയില്ലാതെ ശറഇലൊരു കാര്യം ഉണ്ടാക്കപ്പെടാൻ പാടില്ല. അപ്പൊ എന്ത് മനസ്സിലായി? ഒരു നൂറ്റാണ്ട് കാലമായി മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ പറയുന്നു, രേഖയില്ലാത്ത ഒരു കാര്യം ഇസ്ലാമിൽ ഉണ്ടാകാൻ പാടില്ല, അത് നമ്മൾ ചെയ്യാൻ പാടില്ല. ഇതല്ലേ പറയണത്? ഇങ്ങനെ നോക്കി, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ സുന്നത്തായി സമൂഹത്തിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു ബൈത്താണ് കുത്തുബിയത്ത് ബൈത്ത്. കുത്തുബിയത്ത് ബൈത്തിനെ കുറിച്ച് പറയുന്നിടത്ത് ഇവർ പറയുന്നൊരു വാചകം എന്താ അറിയോ? ശരിക്കും ശ്രദ്ധിക്കുക. പാർന്നൂർ PP മൊയ്തീൻകുട്ടി മുസ്ലിയാർ, ആദരണീയനായ വ്യക്തിത്വം, അദ്ദേഹം പറയുന്നത് എന്താ അറിയോ? ഉദ്ദേശപൂർത്തീകരണത്തിന് നമ്മുടെ നാടുകളിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് നടത്തുന്ന കാര്യമാണ് കുത്തുബിയത്ത് ചൊല്ലൽ. ശരിക്കും ശ്രദ്ധിക്കണേ. ഉദ്ദേശപൂർത്തീകരണത്തിന് നമ്മുടെ നാടുകളിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് നടത്തുന്ന കാര്യമാണ് കുത്തുബിയത്ത് ചൊല്ലൽ. അഹ്ലു എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? ആളുകൾ. സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ പഠിച്ചു. പ്രവാചകൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, മൗനാനുവാദം. ഉദ്ദേശപൂർത്തീകരണത്തിന് അഹ്ലുസുന്നത്തിന്റെ ആചാരമാണ് കുത്തുബിയത്ത് ചൊല്ലലെങ്കിൽ അള്ളാന്റെ റസൂല് ചൊല്ലിയോ? ചൊല്ലാൻ അനുവാദം കൊടുത്തോ? ചൊല്ലുന്നവരെ കണ്ടപ്പോ മൗനാനുവാദം കൊടുത്തോ? ചൊല്ലി കാണിച്ചു കൊടുത്തോ? പിന്നെ എങ്ങനെയാ സുന്നത്തിലുണ്ടെന്ന് പറയാ? ഇനി ജമാഅത്ത് എന്താ? ജമാഅത്ത് എന്ന് പറഞ്ഞാൽ മത്തഫഖ അലൈഹി അസ്ഹാബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ, ആ സ്വഹാബിമാർ ഏകോപിച്ച അഭിപ്രായങ്ങൾക്ക് പറയുന്ന പേരാണ് ജമാഅത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ ഏകോപിച്ച അഭിപ്രായങ്ങൾക്ക് പറയുന്ന പേരാണ് ജമാഅത്ത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുത്തുബിയത്ത് ചൊല്ലിയോ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കുത്തുബിയത്ത് ചൊല്ലിയോ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, ഇവർക്ക് ആർക്കെങ്കിലും കുത്തുബിയത്ത് പരിചയമുണ്ടോ? 400 കൊല്ലത്തെ പഴക്കേ ഉള്ളൂ. പിന്നെ എങ്ങനെ ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആചാരമാവുക? ഒരിക്കലുമല്ല. അതാണ് മാലിക് തങ്ങൾ പറഞ്ഞത്. ശരിക്കും മനസ്സിലാക്കണം. ഫമാലം യകുൻ യൗമഇദിൻ ദീനൻ ഫലാ യകൂനൽ യൗമ ദീന. റസൂലുള്ളാഹിന്റെ കാലത്ത് ദീനല്ലാത്തതൊന്നും ഇന്ന് ദീനാകാൻ പാടില്ല. ഇത് ഞാൻ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചേർത്ത് പറയണത് എന്തറിയോ? ഈ കുത്തുബിയത്തിൻ്റെ വരികളിൽ ഇവർ ചൊല്ലുന്നതിന് മുമ്പ് എന്താ ചെയ്യാന്ന് വെച്ചാൽ, പിന്നെ 12 റക്അത്ത് നിസ്കരിക്കണം. എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? അത് പറയുന്നുണ്ട്.
بعد الصلاة 12 من ركعة مع الفواتح بالخضعة. 12 റക്അത്ത് നിസ്കരിച്ചിട്ടാണ് കുത്തുബിയത്ത് ചൊല്ലേണ്ടത്. ഈ 12 റക്അത്ത് എവിടുന്നാ പഠിച്ചത്? 12 റക്അത്ത് നമുക്കറിയാം. ഏത് നിസ്കാരം? മൻ സാബറ അലസ്നതൈ അശറത റക്അ. ആരെങ്കിലും ഫർദ് നമസ്കാരങ്ങളോടനുബന്ധിച്ചുകൊണ്ട് 12 റക്അത്ത് റവാത്തിബ് സുന്നത്തുകൾ നിസ്കരിച്ചാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിലൊരു വീട്. ളുഹറിന് മുമ്പ് 4, ളുഹറിന് ശേഷം 2, പിന്നെ മഗ്രിബിന് ശേഷം 2, ഇശാക്ക് ശേഷം 2, സുബഹിന്റെ മുമ്പ് 2. 12 റക്അത്ത്. ഇത് നമുക്കറിയാം അല്ലേ? എന്നാൽ കുത്തുബിയത്ത് ചൊല്ലുന്നതിന് മുമ്പ് 12 റക്അത്ത് നിസ്കരിക്കണം പോലും. അത് ആര് പഠിപ്പിച്ചതാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതല്ല, അവിടുത്തെ സഹാബിമാർ പഠിപ്പിച്ചതല്ല, അവിടുത്തെ താബിഈങ്ങൾ പഠിപ്പിച്ചതല്ല. പിന്നെ എവിടുന്ന് വന്നതാ? അത് റസൂലുള്ളാഹിന്റെ കാലത്ത് ദീനല്ല. പിന്നെ എങ്ങനെ അത് ദീനായത്? അതാ ഞാൻ പറയുന്നത്. ഇത് പരിശുദ്ധ ഇസ്ലാം പൂർത്തിയായതിന് ശേഷം അതിലേക്ക് ആളുകൾ കടത്തിക്കൂട്ടിയതാണ്. അതിനാണ് നമ്മൾ എന്ത് പറയാ? ബിദ്അത്ത് എന്ന് പറയുക, പുത്തനാചാരം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കുത്തുബിയത്ത്? പുത്തനാചാരമാണ്. കുത്തുബിയത്ത് ചെല്ലുന്നതിന് മുമ്പുള്ള 12 റക്അത്ത് അത് പുത്തനാചാരമാണ്. ഇനി മാത്രമല്ല, എല്ലാവരും കൂടി ഒരു റൂമിൽ ഒരുമിച്ച് കൂട്ടി ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് എന്താ കുറേ ആൾക്കാർക്ക് പ്രാർത്ഥന എന്ത് ചെയ്യണം? ഫാത്തിഹ പറസലേക്കണം. ഇതൊക്കെയാണ് ഇവർ പഠിപ്പിക്കുന്നത്. ഇലാ ഹദറത്തി സയ്യിദിന വ ഷഫീഇന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് അൽ ഫാത്തിഹ എന്ന് പറയും. സുമ്മ ഇലാ അർവാഹിൽ അംബിയാഇ വൽ മുർസലീന വസ്സഹാബത്തി വത്താബീന വത്താബീ താബീന ഇലാ യൗമിദ്ദീൻ, അൽ ഫാത്തിഹ എന്ന് വിളിക്കും. എന്നിട്ടോ മലക്കുകളെ വിളിക്കും. ഇലാ മലായികത്തില്ലാഹിൽ മുഖറബീന വ ജിബ്രീല വ മീകായില വ ഇസ്റാഫീല വ അസ്റായീല വൽ ഹഫളതി വർ റൂഹാനീന മുഅക്കലീന ബിആലമയിൽ ഇൻസി വൽ ജിന്നി വ കുബറാഇഹിം വ റഅസാഇഹിം. അൽ ഫാത്തിഹ ആർക്കൊക്കെ? പ്രവാചകന്മാർക്ക്, നബിമാർക്ക്, മലക്കുകൾക്ക് ഒക്കെ എന്ത് ചെയ്തു? പ്രാർത്ഥന ഫാത്തിഹ പറസലയച്ചു. പിന്നെ ആർക്കാ? പിന്നെ ജിന്നുകളാണ്. അവരാരാണ്? മദ്ഹബു വത്തംറയാത്ത് വഹസ്തസ്ലഹ്കൂഷ് വഅഹ്മർ വശൗആൽ വകഷ്കശ് ലയൂഷ് യർഖാൻ വഹദിലയാജ് വനജ്ലസ്തസ്തൂഷ് മൈമൂൻ സൻഇക് സതൽ തഷ്കൂഷ് വഅബിയദ് വശംഹൂറഷ് വസൗബിഗ അല്ലദീന ആഹദുല്ലാഹ വനബിയഹു സുലൈമാൻ അലൈഹിസ്സലാം. ആരാണ് പ്രിയപ്പെട്ടവരെ നജ്ലസ്തസ്തൂഷ്? ജീവിതത്തിൽ ഇന്നുവരെ നമ്മൾ കേട്ടിട്ടുണ്ടോ? ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിന്റെ പാഠങ്ങളിലൂടെ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? പരിശുദ്ധമായ ഖുർആനിലെ 6000-ൽ പരം വരുന്ന ആയത്തുകളിലെ ഏതായത്തിലാണ് പ്രിയപ്പെട്ടവരെ ഈ പേര് പരാമർശിച്ചത്? അതുകൊണ്ടല്ലേ പറയുന്നത് 23 കൊല്ലം കൊണ്ട് അള്ളാന്റെ റസൂല് പൂർത്തീകരിച്ച മതത്തിൽ ഇതില്ല. ഇത് പുതുതായി കടത്തിക്കൂട്ടിയതാണ്. ഇതിന് പറയുന്ന പേരാണ് ബിദ്അത്ത്. കുല്ലു ബിദ്അത്തിൻ ളലാല വ കുല്ലു ളലാലത്തിൻ ഫിന്നാർ. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ എല്ലാ ബിദ്അത്തുകളും ദലാലത്താണ്, എല്ലാ ദലാലത്തും നരകത്തിലാണ്. ഇത് നമ്മൾ പറഞ്ഞല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്ന കാര്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇങ്ങനെ എന്തൊക്കെ അനാചാരങ്ങൾ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കുത്തുബിയത്തിന്റെ കാര്യം മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മാലകളും മൗലിദുകളും കുത്തുബിയത്തും അതേപോലെ തന്നെ മങ്കൂസ് മൗലിദും റാത്തീബും ഏതെടുത്ത് പരിശോധിക്കുകയാണെങ്കിലും ഇത് മുഴുവനും ഇവർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് കൂലി കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ്. കൂലി കിട്ടുമെന്ന് വിചാരിച്ചൊരു കാര്യം ചെയ്യണമെങ്കിൽ അത് അല്ലാഹു പഠിപ്പിച്ചതാകണം. അത് അവിടുത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലൂടെ, പ്രവർത്തനത്തിലൂടെ, മൗനാനുവാദത്തിലൂടെ സ്ഥിരപ്പെട്ടതാകണം. അല്ലാത്തതൊന്നും നമുക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല. അത് മാത്രമല്ല സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന അനാചാരങ്ങൾ, മരിച്ച വീട്ടിൽ 3 കഴിക്കുക, മരിച്ച വീട്ടിൽ 7 കഴിക്കുക, മരിച്ച വീട്ടിൽ എന്തൊക്കെ 14 കഴിക്കുക, ആണ്ട് കഴിക്കുക, ഇതൊക്കെ ഇസ്ലാമികമായി എന്താണ് സഹോദരങ്ങളെ അതിൻ്റെ വിധി എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, മഹാനായ തൽഹത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക്, അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജഅഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലാൻ, വീട്ടിലേക്ക് ചെന്നിട്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികളെ ചേർത്ത് പിടിച്ചു. ജഅഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ചോദിച്ചു, നബിയെ, ജഅഫർ പോയിട്ട് കുറച്ച് ദിവസമായി, വിവരമൊന്നും കിട്ടിയിട്ടില്ല. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ജഅഫർ കൊല്ലപ്പെട്ടു.
ആ ഉമ്മ കരയാൻ തുടങ്ങി. ആ മക്കളെ മാറിലേക്ക് ചേർത്ത് പിടിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണെന്ന് കണ്ണീര് വന്നു. സ്വഹാബിമാർ ചോദിച്ചു, നബിയെ നിങ്ങൾ കരയാണോ? അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അതിഹി റഹ്മത്തുൻ, ഇത് കാരുണ്യമാണ്, പടച്ചോ എനിക്ക് ചെയ്തു തന്ന കാരുണ്യമാണ്. മരണപ്പെട്ടാൽ ഏറ്റവും അടുത്ത ആളുകളൊക്കെ മരിക്കുമ്പോൾ നമ്മളെ കണ്ണെന്ന് കണ്ണീര് വരുന്നത് അത് ഹൃദയത്തിലുള്ള കാരുണ്യമാണ്. അത് കണ്ണീരിലൂടെ അന്ന് പെയ്തിറക്കുകയാണ്. അങ്ങനെ കരഞ്ഞതാണ്. എന്നിട്ട് അയൽവാസികളെ വിളിച്ചിട്ട് റസൂലുള്ള പറയാൻ, ഇസ്നഉ ലിആലി ജഅഫറിൻ തആമ, അയൽവാസികളെ ജഅഫറിന്റെ വീട്ടുകാർക്ക് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. കാരണം ജഅഫറിന്റെ വീട്ടുകാർ പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള ചിന്തയിലും ആലോചനയുമല്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരിക്കലും മരിച്ച വീട്ടിൽ 3 കഴിക്കലും 7 കഴിക്കലും 14 കഴിക്കലും ഒന്നും ഇസ്ലാമിലുള്ളതല്ല. ഉള്ളതാണെങ്കിൽ അത് ആര് പഠിപ്പിച്ചു തരും? റസൂലുള്ള പഠിപ്പിച്ചു തരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താ ഉണ്ടാകുകയെന്നറിയോ? ഒരാൾ വന്നിട്ട് ഖുർആൻ അങ്ങോട്ട് ഓതും, ബാക്കിയുള്ള കുറേ ആൾക്കാർ ഖുർആൻ എടുത്ത് ഓതും. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്ത് വെച്ച് കുളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ സൂറത്തുൽ ഇഖ്ലാസ് മയ്യത്ത് എടുക്കുന്നത് വരെ. പിന്നെ നേരെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പള്ളിയിൽ പോയിട്ട് ഖബറായിട്ടില്ലേ വീണ്ടും സൂറത്തു തബാറക, സൂറത്തുൽ മുൽക്ക് ഓതും. ഇതൊക്കെ ആരാ പഠിപ്പിച്ചു തന്നത്? ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നല്ല. മരണപ്പെട്ട വ്യക്തിക്ക് മരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടും അത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിലേക്ക് ഒരു മയ്യത്ത് കൊണ്ടുവന്നു. മയ്യത്ത് കൊണ്ടുവന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വേണ്ടി ചെന്നപ്പോൾ സഹാബിമാരുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, ലഅല്ല അലാ സ്വാഹിബിക്കും ദൈന, ഇയാൾക്ക് വല്ല കടമുണ്ടോയെന്ന് ചോദിച്ചു. സഹാബിമാരിൽ ഒരാൾ പറഞ്ഞു, ദീനാറാനി, 2 ദീനാർ കടമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലു അലാ സ്വാഹിബിക്കും, നിങ്ങളെ കൂട്ടുകാരനെ നിസ്കരിച്ചോ, ഞാൻ നിസ്കരിക്കാനില്ല. നിങ്ങളെ കൂട്ടുകാരനെ നിസ്കരിച്ചു, ഞാൻ നിസ്കരിക്കാനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ നിന്ന് മാറിയിരുന്നു. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നബിയെ നിങ്ങൾ നിസ്കരിക്കണം, ആ കട ഞാൻ വീട്ടിക്കൊള്ളാം. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങളിലും നിങ്ങളുടെ സമ്പത്തിലുമാണ് ആ കടം, അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ഒക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. അടുത്ത ദിവസം അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ. അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ റസൂലുള്ളാഹി ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്തറിയോ? നിന്റെ കൂട്ടുകാരൻ്റെ കടം നീ എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞു, ഇന്നമാ മാത്ത അംസി, റസൂലെ ഇന്നലെ മരിച്ചിട്ടല്ലേ ഉള്ളൂ, ഇനി എത്ര സമയമുണ്ട്? റസൂലുള്ള മിണ്ടില്ല. അടുത്ത ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഖതാദയെ കണ്ടു. അബൂ ഖതാദയോട് ചോദിക്കാൻ, അബൂ ഖതാദ ആ 2 ദീനാർ എന്ത് ചെയ്തു? അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഖദ് ഖദൈതുഹുമാ, ഞാനത് വീട്ടി നബിയെ, ഞാനത് വീട്ടി നബിയെ, ഞാനത് വീട്ടി നബിയെ. ഉടനെ തന്നെ നബി തങ്ങൾ പറയാൻ, അൽ ആന ബറദത് അലൈഹി ജിൽദാ, ഇപ്പോഴാണ് അയാൾക്ക് അയാളുടെ കബറുകളിൽ സ്വസ്ഥത ലഭിച്ചത്, സമാധാനം ലഭിച്ചത്. അയാളുടെ കബർ സ്വർഗത്തിന്റെ അനുഭൂതികളിൽ നിന്ന് തടയപ്പെട്ട കബറായിരുന്നു. ആ കബറിൽ സ്വസ്ഥത ലഭിച്ചത്, സമാധാനം ലഭിച്ചത് അയാളുടെ കടം വീട്ടിയ ശേഷമാണ്. ആലോചിക്കണം, മരിച്ച മനുഷ്യന് കുടുംബക്കാരെന്തൊക്കെ ചെയ്താൽ കിട്ടും, ബന്ധുക്കൾ എന്തൊക്കെ ചെയ്താൽ കിട്ടും, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രാർത്ഥിച്ചാൽ അവർക്ക് കിട്ടുന്നതാണ്. എന്നാണ് റസൂല് പറയാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവർക്ക് കിട്ടും, അവർക്ക് സ്വതക്ക കൊടുത്താൽ കിട്ടും, അവർക്ക് ബലിയർത്താൽ കിട്ടും. ഇതൊക്കെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് കുടുംബത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെ വളരെ വ്യക്തമായി പഠിപ്പിച്ചെന്ന കാര്യങ്ങളാണ്. സ്വതക്ക അവർക്ക് ചെയ്തു കൊടുത്താൽ കിട്ടും. ഒരു സഹാബി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് വന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നബിയെ എൻ്റെ ഉമ്മ മരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടെങ്കിൽ എൻ്റെ ഉമ്മ എന്നോട് എന്തെങ്കിലും സ്വതക്ക കൊടുക്കാൻ വേണ്ടി വസിയത്ത് ചെയ്യുമായിരുന്നു. പക്ഷേ ഞാൻ അവിടെ ഇല്ല നബിയെ. മഹാനായ അംർ ബിൻ ശുഐബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറയാണ്, എൻ്റെ ഉമ്മ എന്നോട് പറയായിരുന്നു എന്തെങ്കിലും സ്വതക്ക കൊടുക്കാൻ വേണ്ടി. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ ഉമ്മ ഞാൻ ഇല്ലാത്ത സമയത്താണ് മരിച്ചത്, ഞാൻ അവിടെ ഉണ്ടെങ്കിൽ എൻ്റെ ഉമ്മക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ, ഫഹല്ലിൻ ഫഉഹാ ഇൻ തസദ്ദഖ്തു അൻഹാ, ഞാൻ എൻ്റെ ഉമ്മക്ക് വേണ്ടി സദക്ക ചെയ്താൽ ഉമ്മക്ക് കിട്ടുമോ നബിയെ? ഞാൻ എൻ്റെ മരണപ്പെട്ടു പോയ മാതാവിന് വേണ്ടി
ഞാൻ എന്തെങ്കിലും സ്വതക്ക ചെയ്താൽ അത് കിട്ടുമോ നബിയെ? അതിന്റെ കൂലി എൻ്റെ ഉമ്മക്ക് കിട്ടുമോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അള്ളാന്റെ റസൂല് പറയാൻ, നിങ്ങൾ സ്വതക്ക കൊടുത്തോ, അതിന്റെ കൂലി ഉമ്മക്ക് കിട്ടും. നമ്മളെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ സ്വതക്ക ചെയ്താൽ അതിന്റെ കൂലി അവർക്ക് കിട്ടും. അതേപോലെ തന്നെ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്താൽ അതിൻ്റെ കൂലി നമുക്ക് കിട്ടും. ഇതൊക്കെ ഹദീസുകളിലൂടെ പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചെന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, മരണപ്പെട്ട വ്യക്തിക്ക് അതിൻ്റെ കുടുംബക്കാർ ചെയ്താൽ എന്തൊക്കെ കിട്ടുമെന്ന് റസൂലൊന്ന് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അത് നമ്മൾ ചെയ്താൽ മതി. 3 കൈക്കലും 7 കൈക്കലും 14 കൈക്കലൊന്നും അഷ്റഫുൽ അൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് തന്നിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മോൻ ഇബ്രാഹിം മരിച്ചല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിൻ്റെ കഷ്ണമായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മരിച്ചല്ലോ. എപ്പോഴും റസൂലുള്ളാഹി പറയും, എൻ്റെ ഖദീജ, എൻ്റെ ഖദീജ. അതൊരു വല്ലാത്ത സംഭവമാണ്. റസൂലുള്ളാഹി പറയാൻ എൻ്റെ ഖദീജ അത്ര ഇഷ്ടമായിരുന്നു. എത്ര സഹാബിമാർ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ട എത്ര സഹാബിമാർ ലോകത്തോട് ഇവിടെ പറഞ്ഞു. ഒരൊറ്റ സഹാബത്തിൻ്റെ വീട്ടിലും റസൂലുള്ള 3 കഴിച്ചിട്ടില്ല, 7 കഴിച്ചിട്ടില്ല, 14 കഴിച്ചിട്ടില്ല, 40 കഴിച്ചിട്ടില്ല, ആണ്ട് കഴിച്ചിട്ടില്ല. ഇതൊക്കെ കഴിച്ചാൽ അവർക്ക് വലിയ കൂലി കിട്ടുന്ന കാര്യമാണെങ്കിൽ അള്ളാൻ്റെ റസൂല് ചെയ്യായിരുന്നു, ചെയ്തിട്ടില്ല അല്ലേ? അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അള്ളാൻ്റെ റസൂല് ചെയ്യായിരുന്നു. പിന്നെ മരിച്ച് ഒരാഴ്ചൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കബർമൽ വലിയൊരു വീടുണ്ടാക്കിയിട്ട് ഒരു താർപ്പായ കൊണ്ട് കെട്ടിയിട്ട് കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യും, ഓതാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കും. ഇപ്പം എത്രയാണെന്നറിയില്ല, ഒരു 2-3 കൊല്ലം മുമ്പ് 27,000 രൂപയായിരുന്നു. ഇപ്പോൾ ഒരു 45 ആയിട്ടുണ്ടാവും. ശരിക്കും എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവിടുത്തെ മുതഅല്ലിമീങ്ങളാണ് ഇത് ഓതുക. സത്യത്തിൽ ഒരാൾ രോഗിയായി കിടക്കുമ്പോൾ ആ രോഗീനെ സന്ദർശിക്കുമ്പം വരെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താ ഉണ്ടാകുക, ഇയാളൊന്നും മരിച്ചു കിട്ടിയിട്ട് വേണം 45,000 രൂപ കിട്ടാനെന്ന്. എങ്ങനെ ദീനിനെ ഇത്രയധികം ചൂഷണം ചെയ്യുന്ന ഒരു സമൂഹം ലോകത്ത് വേറെയില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണമെന്നറിയും, ദീൻ എന്ന് പറഞ്ഞാൽ പ്രമാണബദ്ധമാണ്. ഇസ്ലാമിലെ ഏത് നിയമവും പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വഹയിൻ്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കപ്പെട്ട ഒരു മതമാണ്. ഇതിലൊന്നും ഒരാൾക്കും ഇസ്ലാമിലേക്ക് ചേർക്കാൻ പാടില്ല, ഒന്നും ചേർത്ത് വെക്കാൻ പാടില്ല, ഒന്നും പുതുതായി ഉണ്ടാക്കാൻ പാടില്ല. പുതുതായി ഉണ്ടാക്കുന്നത് മുഴുവനും ബിദ്അത്താണ്. ആ ബിദ്അത്തുകൾ മുഴുവനും നരകത്തിലാണെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ബിദ്അത്തിനെ കുറിച്ച് പറയുന്നിടത്തിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ബിദ്അത്ത് അത് വ്യഭിചാരത്തെക്കാളും മദ്യപാനത്തെക്കാളും അപകടകരമാണ്. കാരണം മദ്യപിച്ച ഒരാൾക്ക് മനസാക്ഷിക്കുത്ത് വന്നാൽ അയാൾ തൗബ ചെയ്യാൻ സാധ്യതയുണ്ട്. ബിദ്അത്ത് ചെയ്യുന്നവനോ ഇല്ല. കാരണം എന്താ, ഞാൻ ചെയ്യുന്ന നല്ല കാര്യമാണ്, കൂലി കിട്ടുന്ന കാര്യമാണ്, നല്ലതല്ലേ, ദിക്റല്ലേ, സ്വലാത്തല്ലേ, കൂലി കിട്ടുന്ന കാര്യമല്ലേ, പുണ്യം കിട്ടുന്ന കാര്യമല്ലേ, നന്മയല്ലേ, ഇങ്ങനെ വിചാരിച്ചിട്ടാണ് ആളുകൾ ചെയ്യുന്നത്. ജീവിതത്തിൽ ഒരു കാലത്തും അയാൾ തൗബ ചെയ്യാൻ സാധ്യതയില്ല. ബിദ്അത്ത് ചെയ്യുന്നവന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുകയില്ല, ഗൗരവതരമാണ്. ബിദ്അത്ത് ചെയ്യുന്നവന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുകയില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഒരിക്കലും നമ്മൾ ബിദ്അത്ത് ചെയ്യുന്നവരാകരുത്. ബിദ്അത്ത് ചെയ്യുന്നവന്റെ അമല് പടച്ചോൻ സ്വീകരിക്കൂല. ഇനി ഏറ്റവും അവസാനം എന്താ അറിയോ, ഞാൻ അവസാനിപ്പിക്കാൻ, ഏറ്റവും അവസാനം ബിദ്അത്ത് ചെയ്യുന്നവർ അവരുടെ നാളെ പരലോകത്ത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങിക്കുടിക്കാനുള്ള ഭാഗ്യം കിട്ടൂല. അത് വളരെ പ്രധാനമാണ്. അള്ളാൻ്റെ റസൂല് പറയുന്നുണ്ട്, നാളെ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് പരലോകത്ത് അള്ളാൻ്റെ റസൂല് പാലിനേക്കാളും വെളുപ്പുള്ള തേനിനേക്കാളും മധുരമുള്ള ഹൗലുൽ കൗസർ എന്ന് പറയുന്ന പാനീയം കോരിക്കൊടുക്കുകയാണ്. അപ്പോൾ ഒരു സംഘം ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട്. നബി തങ്ങൾ പറയാണ്, അവരെന്നിൽപ്പെട്ടവരാണ്, എനിക്ക് അവരെ അറിയാം, അവർക്ക് എന്നെയും അറിയാം. അങ്ങനെ അടുത്തെത്തുമ്പോൾ അവർക്കിടയിലൊരു മറ വരികയാണ്. മറ വന്നപ്പോൾ അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ് റബ്ബിനോട്, അതെന്താണ് പടച്ചോനെ ഞങ്ങൾക്കിടയിലൊരു മറ? അവർ എന്നിൽപ്പെട്ടവരാണല്ലോ, അവർക്ക് എന്നെ അറിയാം, എനിക്ക് അവരെ അറിയാമല്ലോ, പിന്നെ എന്തിനാ ഒരു മറ? അള്ളാൻ്റെ റസൂലിനോട് അവിടുന്ന് കിട്ടുന്ന മറുപടി എന്താ അറിയോ, ഇന്നക്കല്ലാ തദ്രി, നബിയെ താങ്കൾക്കറിയില്ല, മാ അഹ്ദസു മാ ബഅദത്, താങ്കളുടെ കാലശേഷം അവരെന്തൊക്കെയാണ് ദീനിൽ കടത്തിക്കൂട്ടിയത് എന്ന് താങ്കൾക്കറിയില്ല. ആലോചിച്ചു, ദീനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കടത്തിക്കൂട്ടിയെന്ന് നബിയെ താങ്കൾക്കറിയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിപ്പിച്ചു കൊടുക്കാൻ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, വഹയിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക, ദീനിലുള്ളത് ചെയ്യുക. ഇനി ഏറ്റവും എളുപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ, നമ്മളെ നാട്ടിൽ നടക്കുന്ന എല്ലാ ആചാരങ്ങളും എന്ത് ചെയ്യാൻ അറിയോ, ഒരു പേപ്പറിൽ എഴുതുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പള്ളിയിലുള്ള ഒരു ഉസ്താദിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ആ പേപ്പർ കൊടുത്തിട്ട് പറയുക, ഉസ്താദേ എല്ലാ ബഹുമാനം മുൻനിർത്തിക്കൊണ്ടേ പറയാവൂ, ഇതിൽ
റസൂലുള്ളാഹിൻ്റെ കാലത്തുള്ളതൊക്കെ ഒന്ന് ശരിയിട്ട് തരുമെന്ന് ചോദിച്ചാൽ ആ ശരിയിട്ട മാത്രം നമ്മൾ എടുത്താൽ മതി. ആ ശരിയിട്ട മാത്രം എടുത്താൽ മതി, ശരിയിടാത്ത നമ്മൾ എടുക്കരുത്. കാരണം എന്താ, റസൂലുള്ളാഹിൻ്റെ കാലത്തുള്ളത് ദീനാണോ അത് ഇന്നും ദീനാണ്, അതല്ലാത്തതൊന്നും ഇന്ന് ദീനല്ല. അതുകൊണ്ട് പല അനാചാരങ്ങളും നമ്മുടെ സമൂഹത്തിൽ പുതിയ പുതിയ അനാചാരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്തിനധികം ഒരു ഗർഭിണീനെ വീട്ടിൽ കൊണ്ടുവന്നത് വരെ അനാചാരം നമ്മുടെ സമൂഹത്തിൽ ഒരു ആചാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ രംഗത്തും. ഇതിൻ്റെ ഒക്കെ മുന്നിൽ ആരാ ഉള്ളതെന്നറിയോ? ഇവിടുത്തെ വേറെ ഏതെങ്കിലും മതത്തിൻ്റെ അനുയായികളല്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കറകളഞ്ഞ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ മെമ്പർമാരായ എല്ലാ തോന്നിയാസത്തിനും മുന്നിലുള്ളത്. സങ്കടകരമാണ്. അള്ളാഹിൻ്റെ ഖുർആൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചതിനെ കുറിച്ച് പറയുന്നൊരു വാചകമുണ്ട്. എന്തറിയോ? നമ്മളെല്ലാവരും പഠിക്കേണ്ട ഒരു വാചകമാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമനത്തെക്കുറിച്ച് പറയുന്നിടത്തത് വഅർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്. 2 കാര്യങ്ങളുമായിട്ടാണ് മുഹമ്മദ് നബിയെ അള്ളാഹു നിയോഗിച്ചത്. ബിൽ ഹുദ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇൽമുൻ നാഫി, ഉപകാരപ്രദമായ അറിവ്. 2 എന്നറിയോ? വദീനിൽ ഹഖ്. ദീനുൽ ഹഖ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അമലു സാലിഹ്, സൽപ്രവർത്തനം, ആ അറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം. ഇനി അടുത്ത വാചകം എന്താ അറിയോ? ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി വലൗ കരിഹൽ മുശ്രികൂൻ വലൗ കരിഹൽ കാഫിറൂൻ. കാഫിരീങ്ങൾ എത്ര വെറുത്താലും ഏത് മതങ്ങളെയും അതിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. 2 കാര്യങ്ങൾ നിങ്ങളുടെ അടുക്ക് വേണം. 2 ക്വാളിറ്റി നമുക്കുണ്ടാകണം. എന്താ ക്വാളിറ്റി? ഒന്ന്, നമുക്ക് ദീനുള്ളവരായിരിക്കണം, അറിവുള്ളവരായിരിക്കും. ദീനിൻ്റെ അടിസ്ഥാനങ്ങളെക്കുറിച്ച് അറിവുള്ളവർ. ദീനിൻ്റെ അടിസ്ഥാനങ്ങളെക്കുറിച്ചുള്ള അറിവ് ഏതാ? ഒന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള അറിവ്, ദീനുൽ ഇസ്ലാമിൻ്റെ ബാലപാഠങ്ങളെക്കുറിച്ചുള്ള അറിവ്. ഈ അറിവ് നമുക്കുണ്ടോ? 2 എന്നറിയോ? ദീനനുസരിച്ച് ജീവിക്കുന്നൊരവസ്ഥ നമുക്കുണ്ടാകണം. ഇത് 2 ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എവിടെ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് വിജയം കിട്ടും. ഇപ്പം നമ്മൾ പുതിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ബേജാറാണ് ചിലരുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ, പലരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ ആശങ്കകളുടെ കരുനിയൽ, നമ്മുടെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിന് നമ്മൾ പേടിക്കുന്നത്? 2 കാര്യം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പടച്ചോൻ നമുക്ക് ജയം തരും. നിങ്ങൾ നോക്ക്, ഫലസ്തീനിൻ്റെ മണ്ണിൽ ഒരു കുട്ടീനോട് ഒരു മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മോൻ്റെ വാപ്പ എവിടെ? വാപ്പ മരിച്ചു. മോൻ്റെ സഹോദരങ്ങൾ എവിടെ? അവർ മരിച്ചു. മോൻ്റെ ഉമ്മ എവിടെ? ഉമ്മ മരിച്ചു. മോനെ ആരാ ഉള്ളത്? ആരുമില്ല. മോനിക്ക് എന്താ പറയാനുള്ളത്? അൽഹംദുലില്ലാ. ചോദിക്കണ്ടേ, നിനക്കെങ്ങനെ ഇത് പറയാൻ പറ്റുന്നു? എനിക്കുറപ്പുണ്ട്, എൻ്റെ ആര് മരിച്ചാലും എനിക്കാരില്ലെങ്കിലും എൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ട് എന്ന അചഞ്ചലമായ വിശ്വാസമാണ് എന്നെ ഇത് പറയിപ്പിച്ചത്. ഫലസ്തീനിലെ 12 വയസ്സുള്ളൊരു കുഞ്ഞുമോൻ്റെ പ്രഖ്യാപനമാണ്. ഈ വിശ്വാസമാണ് എന്നെയും നിങ്ങളെയും ജീവിതത്തിലെ ഏത് തീക്ഷ്ണമായ പരീക്ഷണത്തിൻ്റെ തീച്ചൂളകളിലൂടെ കടന്നു പോകുമ്പോഴും അതിനെ അതിജീവിക്കാനും അതിജയിക്കാനും പ്രേരിപ്പിക്കേണ്ടത് എന്ന കൃത്യമായ ബോധ്യമാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാകേണ്ടത്. നിരാശരാവേണ്ടവരല്ല നമ്മൾ, നിഷ്ക്രിയരാവേണ്ടവരല്ല നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് അതിൻ്റെ ശരിയായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന കൃത്യമായ ബോധ്യമാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങളിലെ ഏറ്റവും ഹൈറായ കാര്യങ്ങളെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കൊടുക്കുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം അവൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ഒരു അമലായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. സുന്നത്തിനെ സുന്നത്തായും ബിദ്അത്തിനെ ബിദ്അത്തായും കണ്ടുകൊണ്ട് ഏറ്റവും ശരിയായതിനെ സ്വീകരിച്ച് നന്മയിലധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ربنا تقبل منا صيامنا وقيامنا ودعاءنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.